കർക്കിടക വാവിനോടനുബന്ധിച്ച് തിരുനെല്ലിയിൽ KSRTC പ്രത്യേക സർവീസുകൾ വെട്ടിക്കുറച്ചത് ഭക്തരെ ദുരിതത്തിലാക്കി. ബലിതർപ്പണം കഴിഞ്ഞ് തിരിച്ചു പോകാനാകാതെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആളുകൾ വലഞ്ഞു. മാനന്തവാടി ATO ഓഫീസ് DYFI പ്രവർത്തകർ ഉപരോധിച്ചതോടെയാണ് KSRTC ബസ്സുകൾ ഏർപ്പെടുത്തിയത്. കർക്കിടകവാവ് ബലിതർപ്പണത്തിന്റെ ഭാഗമായി 16,000-ൽ പരം ആളുകളാണ് ഇന്ന് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തിയത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പിതൃതർപ്പണത്തിനെത്തുന്നവരുടെ എണ്ണം പരിഗണിച്ച് KSRTC കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നടക്കം പ്രത്യേക ബസ് സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തിരുനെല്ലിയിലെ സ്ഥിരം സർവീസുകൾക്ക് പുറമെ 15 പ്രത്യേക ബസ് സർവീസുകളാണ് കഴിഞ്ഞ വർഷം വരെ വാവുബലിയോടനുബന്ധിച്ച് തിരുനെല്ലി റൂട്ടിൽ അനുവദിച്ചത്. ഇത്തവണ 2 പ്രത്യേക ബസ്സുകൾ മാത്രമാണ് തിരുനെല്ലിയിൽ അനുവദിച്ചത്. കർക്കിടക വാവുബലി ദർപ്പണം കഴിഞ്ഞ് മടങ്ങിയ നൂറുകണക്കിന് ഭക്തജനങ്ങൾ KSRTC സ്പെഷ്യൽ ബസ് സർവീസ് സമയബന്ധിതമായി ലഭിക്കാത്തതിനെ തുടർന്ന് മണിക്കൂറുകളോളം ദുരിതത്തിലായി. ഉച്ചകഴിഞ്ഞ് ഏകദേശം 2 മണിക്കൂറോളം ബസ് സർവീസ് എത്താതിരുന്നതിനെ തുടർന്ന് ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തിയ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ കടുത്ത പ്രയാസമാണ് നേരിട്ടത്. സംഭവസ്ഥലത്തെത്തിയ DYFI പ്രവർത്തകർ KSRTC അധികൃതരുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ബസ് സർവീസ് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ആദ്യഘട്ടത്തിൽ KSRTC ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഭക്തജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനു പകരം ധിക്കാരപരമായ സമീപനമാണ് ഉണ്ടായത്. തുടർന്ന് DYFI പ്രവർത്തകർ മാനന്തവാടി KSRTC ഓഫീസ് ഉപരോധിക്കുകയും അടിയന്തരമായി സ്പെഷ്യൽ സർവീസുകൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ ഫലമായാണ് സ്പെഷ്യൽ ബസ് സർവീസുകൾ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടി KSRTCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രധാനമായിട്ടും നമുക്കുണ്ടായ പ്രതിസന്ധി എന്ന് പറയുന്നത് ക്ഷേത്രത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ എത്തിക്കുന്നതിനുള്ള സൗകര്യമാണ്. ഇവിടെ പാർക്കിങ്ങിന്റെ സൗകര്യം വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം പോലീസുമായി സഹകരിച്ചുകൊണ്ട് തന്നെ നെട്ടർ റോഡിൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുകയും അവിടെ നിന്ന് വരുന്ന അവിടെ ഇറങ്ങി വന്ന ആളുകളെ ക്ഷേത്രത്തിൽ ദേവസ്വം തന്നെ വണ്ടികൾ ഏർപ്പെടുകയും ചെയ്യുന്നത് അങ്ങനെ മുമ്പ് ഉണ്ടാവാറില്ല. ഈ വർഷം ദേവസ്വം 10 വണ്ടികൾ അവർക്ക് വേണ്ടി ഭക്തജനങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ എത്തുന്നതിനും പോകുന്നതിനും വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് ഈ വർഷം അനുഭവപ്പെട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. തിരുനെല്ലി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഏകദേശം 10 ജീപ്പ് സർവീസുകൾ ഏർപ്പെടുത്തി ഭക്തജനങ്ങളെ മാനന്തവാടിയിൽ എത്തിക്കുന്നതിനുള്ള നടപടിയും ഇതിനിടയിൽ ആരംഭിച്ചു. വാവുബലി ദിനത്തിൽ സ്പെഷ്യൽ സർവീസുകളുടെ കുറവ് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തന്നെ DYFI വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. കൈരളി ന്യൂസ്, വയനാട്.